പ്രവാസി എഴുത്തുകാരൻ ഷമീം യൂസഫ് കളരിക്കലിൻ്റെ രണ്ടാമത് പുസ്തകം പുറത്തിറങ്ങി. വീരചക്ര എന്ന നോവലാണ് വായനക്കാരിലേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് നിയമസഭാ പുസ്തകോത്സവത്തിൽ എഴുത്തുകാരൻ കെ ജയകുമാർ പുസ്തകം പ്രകാശനം ചെയ്തു. ലിബി പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. NTV സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ മാത്തുക്കുട്ടി കഡോണിന് ഷമീം യൂസഫ് പുസ്തകം കൈമാറി. NTV സീനിയർ വൈസ് പ്രസിഡന്റ് ഡയാന സുബനും ചടങ്ങിൽ പങ്കെടുത്തു. വളരെ സന്തോഷം. ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ ഷമീം യൂസഫ് കളരിക്കൽ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബുക്ക് ഫെയറിൽ, അത് നിയമസഭയുമായി ബന്ധപ്പെട്ട ബുക്ക് ഫെയറിൽ റിലീസ് ചെയ്തതിന് ശേഷം ഇന്ന് NTV സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ട്, സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്ന് പറഞ്ഞത് അദ്ദേഹം വൈ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ്, അതിന് കാര്യസഹിതം ആദ്യത്തെ പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ റിലീസ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. ഈ പുസ്തകം നാളെ തൊട്ട് നടക്കുന്ന അബുദാബിയിൽ നടക്കുന്ന ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ബുക്ക് ഫെയറിൽ അവൈലബിൾ ആണ്. അബുദാബിയിൽ നിന്ന് കാണുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഈ ബുക്ക് വായിക്കാനും അവസരം ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് കുറേയേറെ സമയം NTVയുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആൻഡ് ഒരുപാട് സന്തോഷം, ഇത്രയും നല്ല ഒരു പുസ്തകം താങ്കൾ എഴുതിയെന്ന് പറയുമ്പോൾ അഭിമാനവും ഒപ്പം സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും ഓൺ ബിഹാഫ് ഓഫ് ഓൾ NTV വ്യൂവേഴ്സ്. ഇതെൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം 2023 ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ചിട്ടാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. അത് ഇംഗ്ലീഷിൽ എഴുതിയ വൈ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്ന ടൈറ്റിലോട് കൂടിയുള്ള ഒരു ബുക്കായിരുന്നു. എൻ്റെ രണ്ടാമത്തെ പുസ്തകമായ വീരചക്ര എന്ന ഇതൊരു മലയാളം നോവലാണ്. ഒരു എനിക്ക് ചെറുപ്പത്തിൽ പരിചയപ്പെട്ടുള്ള ഒരു കഥാപാത്രം, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി അതൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു കഥയാണ്. ഇപ്പോഴത്തെ നമ്മളെല്ലാം പരിചയമുള്ള ചുറ്റുപാടുകളും അതൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മലയാളം നോവലാണ്. ഇതൊരു തുടക്കം നിങ്ങൾ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വായിച്ചവരെല്ലാവരും പറഞ്ഞത് ഒറ്റയടിക്ക് ഇത് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു തുടർച്ചയായിട്ടുള്ളൊരു കഥയാണെന്നാണ് പലരും പറഞ്ഞത്.